കയ്പേറിയിട്ടുള്ള മധുരമൂറുന്ന ചരിത്രം. അറിയാം ചോക്ലേറ്റ് ഡേ എന്താണെന്നുള്ളത്. മധുരം ഇഷ്ടമല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഇനി പ്രമേഹം പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വേണ്ടെന്ന് വെച്ചാലും എപ്പോഴെങ്കിലും അല്പം മധുരം കഴിക്കാൻ തോന്നുന്ന ആളുകളാണ് അധികവുമുള്ളത്. മധുരപ്രേമികളുടെ പ്രധാന ആശയം ചോക്ലേറ്റുകളായിരിക്കും എന്നുള്ളതാണ്. ഇനി കുറച്ച് ഹെൽത്തി ആകണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റുകളുമാകാം. പ്രണയവും ആഘോഷവും സങ്കടവും ചിലപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള ഡയറ്റിലും ചോക്ലേറ്റുകൾ കടന്നു വരാറുണ്ട്. ഇത്ര മധുരവും അതേപോലെ തന്നെ സന്തോഷവും നൽകുന്ന ചോക്ലേറ്റിന് മാത്രമായിട്ട് ഒരു ദിവസം കൂടിയുണ്ട്. അതാണ് ചോക്ലേറ്റ് ഡേ എന്ന് പറയുന്നത്. എല്ലാ വർഷവും ജൂലൈ 7-നാണ് ലോക ചോക്ലേറ്റ് ദിനം ആഘോഷിക്കുന്നത്. 1550 ചോക്ലേറ്റ് ആദ്യമായിട്ട് യൂറോപ്പിൽ എത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ. മാത്രമല്ല, പ്രിയപ്പെട്ട ആളുകൾക്ക് ചോക്ലേറ്റുകൾ സമ്മാനിച്ചും പലതരം ചോക്ലേറ്റ് വിഭവങ്ങൾ ഉണ്ടാക്കിയും ആളുകളെ ചോക്ലേറ്റ് ഡേ ആഘോഷിക്കുന്നു എന്ന ഒരു പ്രത്യേക ആഘോഷത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. വെറും മധുരം എന്ന് കരുതുന്ന ഈ ചോക്ലേറ്റിന് യൂറോപ്പിൻ്റെ കാർഷിക സാമ്പത്തിക ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇടമുണ്ട് എന്നുള്ളതാണ്. ഇത്ര മധുരവും അതേപോലെ തന്നെ സന്തോഷവും നൽകുന്ന ചോക്ലേറ്റിന് മാത്രമായിട്ട് ഒരു ദിവസം കൂടിയുണ്ട്. അതാണ് ചോക്ലേറ്റ് ഡേ എന്ന് പറയുന്നത്. എല്ലാ വർഷവും ജൂലൈ 7-നാണ് ലോക ചോക്ലേറ്റ് ദിനം ആഘോഷിക്കുന്നത്. 1550 ചോക്ലേറ്റ് ആദ്യമായിട്ട് യൂറോപ്പിൽ എത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ. മാത്രമല്ല, പ്രിയപ്പെട്ട ആളുകൾക്ക് ചോക്ലേറ്റുകൾ സമ്മാനിച്ചും പലതരം ചോക്ലേറ്റ് വിഭവങ്ങൾ ഉണ്ടാക്കിയും ആളുകളെ ചോക്ലേറ്റ് ഡേ ആഘോഷിക്കുന്നു എന്ന ഒരു പ്രത്യേക ആഘോഷത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. വെറും മധുരം എന്ന് കരുതുന്ന ഈ ചോക്ലേറ്റിന് യൂറോപ്പിൻ്റെ കാർഷിക സാമ്പത്തിക ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇടമുണ്ട് എന്നുള്ളതാണ്. അതായത് ആഫ്രിക്കയിലും അമേരിക്കയിലും എല്ലാം തന്നെ വളർന്നു പടർന്ന കൊളോണിയൽ കൊക്കോ തോട്ടങ്ങൾ അന്ന് അന്നത്തെ അബ്ഡെക് വംശജർ AD 1400 കൊക്കോ പരിപ്പ് കറൻസി ആയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഒരു കൗതുകം എന്ന് പറയുന്നത്. മായൻ വംശജർ അതേപോലെ തന്നെ ദേവന്മാരുടെ ഭക്ഷണമായാണ് ചോക്ലേറ്റിനെ കരുതിയിരുന്നത്. മധ്യ അമേരിക്കയിൽ കയ്പുള്ള എന്നർത്ഥമുള്ള വരുന്ന ഒരു നവോട്ട എന്ന വാക്കിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് തന്നെ. എന്നാൽ AD 1600 ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന ലൂയി 13 വിവാഹ സൽക്കാര വേളയിൽ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് ചോക്ലേറ്റ് നൽകിയതോട് കൂടിയിട്ടാണ് യൂറോപ്പിൽ പ്രശസ്തമായിട്ടുള്ള ചോക്ലേറ്റ് നിലവിൽ വന്നത് തന്നെ. AD 1829 കൊക്കോ പ്രസ് കണ്ടുപിടിച്ചതാണ് ചോക്ലേറ്റിന് പുതുഭാവവും അതേപോലെ തന്നെ രൂപവും പകർന്ന് നൽകിയത്. മാത്രമല്ല, പിന്നീട് AD 1847 ബ്രിട്ടനിൽ ആദ്യത്തെ ചോക്ലേറ്റ് ബാർ നിർമ്മിച്ചു എന്നുള്ളതാണ്. AD 1880 ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളുടെ ഒരു പരസ്യം ആദ്യമായിട്ട് പുറത്തു വന്നത്. മധുരത്തിനായിട്ട് ചോക്ലേറ്റിൽ പഞ്ചസാരയും തേനും ചേർത്ത് തുടങ്ങിയത് AD 1530 അതുമുതലാണ്. മാത്രമല്ല, AD 1519 മുതൽ സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചോക്ലേറ്റ് ഒരു പ്രധാന വിഭവമായിട്ട് മാറുകയും ചെയ്തു. ഇന്ന് പടിഞ്ഞാറ് ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. ഏഷ്യയിലടക്കം നിരവധി രാജ്യങ്ങളിൽ കൊക്കോ കൃഷിയും ചോക്ലേറ്റ് ഉൽപ്പാദനവും വർദ്ധിച്ചിട്ടുണ്ട്. 1847 ഡാനിയൽ പീറ്ററാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചുകൊണ്ട് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയത്. ഇതിനോടകം തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകളും ചോക്ലേറ്റ് വിഭവങ്ങളിലും എല്ലാ നാടുകളിലും പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്.